നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ മഹാനടൻ കംപ്ലീറ്റ് ആക്ടർ ലാലേട്ടന്റെ മകനായ പ്രണവ് മോഹൻലാലിനെ കുറിച്ചാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു അസാധ്യ നടനാണ്. അതിലൊരു സംശയമില്ല. ലാലേട്ടന്റെ അതേ നാച്ചുറൽ ആക്ടിങ് കാര്യങ്ങളും എല്ലാം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അതേ ചേഷ്ടകൾ ലഭിച്ചിട്ടുണ്ട്, അതേ ലുക്ക് ലഭിച്ചിട്ടുണ്ട്. എന്നാലും അദ്ദേഹത്തിന് ഇഷ്ടം സിനിമയേക്കാൾ കൂടുതൽ ഈ മൗണ്ടൈൻ ക്ലൈംബിംഗ്, ട്രക്കിംഗ്, പാർക്ക് ആൻഡ് ഫ്രീ റണ്ണിങ്, മ്യൂസിക് കമ്പോസിങ്, മ്യൂസിക് റൈറ്റിംഗ്, റീഡിങ്, പിന്നെ ട്രാവലിംഗ് ആണ് പുള്ളിയുടെ മെയിൻ. കാരണം അദ്ദേഹത്തെ വല്ല കുളു, മണാലി, ഹിമാലയം, അല്ലെങ്കിൽ കൊടൈക്കനാൽ, ഊട്ടി, അല്ലെങ്കിൽ പുറം രാജ്യങ്ങൾ ഇവിടെയൊക്കെ വെച്ച് കണ്ട് ഒരുപാട് റീൽസ് നമുക്ക് സോഷ്യൽ മീഡിയകളിൽ അവൈലബിൾ ആണ്. അദ്ദേഹത്തിന് അങ്ങനെയുള്ള ഒരു ലൈഫാണ് ഇഷ്ടം, ഒരു സിമ്പിൾ ലൈഫ്. ഇങ്ങനെയൊക്കെ പോകുന്നുണ്ടെങ്കിലും വളരെ സിമ്പിൾ ലൈഫാണ് അദ്ദേഹം ചെയ്യുന്നത്. കാരണം അദ്ദേഹത്തിന്റെ അച്ഛൻ ലാലേട്ടന്റെ കാശോ കാര്യങ്ങളോ ഒന്നും എടുക്കാറില്ല. അദ്ദേഹം മാക്സിമം അദ്ദേഹം തന്നെ അധ്വാനിച്ചുണ്ടാക്കുന്ന കാശ് കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. അതായത് സിനിമയിൽ അസിസ്റ്റന്റ് ആയിട്ടും അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിച്ചും കിട്ടുന്ന കാശും കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ട്രാവലിംഗ് കാര്യങ്ങളും. അദ്ദേഹത്തിന് ഒരു ഇന്റർവ്യൂവിൽ ഒരു പ്രൊഡ്യൂസർ പറയുന്നുണ്ട്, 5-6 ടീഷർട്ടും 2 പാൻറ്റൊക്കെയാണ് ആകെ ഉള്ളത്. പിന്നെ സിനിമയിൽ ഇടുന്ന ഡ്രസ്സൊക്കെയാണ് അദ്ദേഹം ട്രാവലിങ്ങിന് ഉപയോഗിക്കുന്നതൊക്കെ. അത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. റോഡ് സൈഡിൽ കിടന്നുറങ്ങുക, ഒരാളോടും ഒരു വെറുപ്പും ഇല്ല, എല്ലാവരോടൊപ്പം ചിരിച്ച് കളിച്ച് സംസാരിച്ച് നിൽക്കുന്ന ഒരു പാവം മനുഷ്യൻ. അപ്പൊ ആ ഒരു സിംപ്ലിസിറ്റി തന്നെയാണ് നടനേക്കാൾ ഉപരി നമ്മൾ ആളുകൾക്ക് കൂടുതൽ ഇഷ്ടം, പ്രണവിനെ കൂടുതൽ ഇഷ്ടപ്പെടാനുള്ള കാരണം അത് തന്നെയാണ്. പ്രണവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രണവ് 2002 ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കുന്നത്. ഒന്നാമൻ എന്ന് പറഞ്ഞാൽ ലാലേട്ടന്റെ സിനിമയിൽ തന്നെയാണ് അഭിനയിക്കുന്നത്. അദ്ദേഹത്തിന്റെ ചെറുപ്പകാലാണ് അഭിനയിക്കുന്നത്. ലാലേട്ടന്റെ ചെറുപ്പകാലം അഭിനയിക്കാൻ ഏറ്റവും ബെസ്റ്റ് അദ്ദേഹം തന്നെയാണെന്ന് നമുക്കറിയാം. ഒരു ചെറിയ റോൾ അങ്ങനെ അഭിനയിച്ചു പോവുകയാണ്. പിന്നെ 2003 അദ്ദേഹം അഭിനയിക്കുന്നത് പുനർജനി എന്ന് പറയുന്ന ഒരു സിനിമയിലാണ് അഭിനയിക്കുന്നത്. അത് സംവിധാനം ചെയ്തത് നമ്മുടെ മേജർ രവി ആണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒന്ന് വണ്ടർ അടിച്ചു പോയി. കാരണം അത്രയും നല്ലൊരു സിനിമയാണ് അദ്ദേഹത്തിന്റെ ഈ പട്ടാള സിനിമ ഒന്ന് മാറ്റി പിടിച്ച ഒരു സിനിമ കൂടിയാണ് അത്. അദ്ദേഹത്തിന്റെ ആദ്യ സിനിമ ഈ പട്ടാള സ്റ്റൈലല്ല, അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. അതിൽ പ്രണവിന്റെ ഒരു ഗംഭീര ആക്ടിങ് തന്നെയാണ് നമ്മൾ കണ്ടത്. ഈ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഇത്രയും അഭിനയിക്കാൻ കഴിവുള്ള ആള് വലുതാവുമ്പോൾ എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് എല്ലാവർക്കും ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ആ സിനിമയിൽ അദ്ദേഹത്തിന് ബെസ്റ്റ് ചൈൽഡ് ആർട്ടിസ്റ്റിനുള്ള കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് അന്ന് ആ പുനർജനി എന്ന സിനിമയ്ക്ക് പ്രണവിന് ലഭിക്കുകയുണ്ടായി. അതിനുശേഷം പിന്നെ പ്രണവിനെ കുറിച്ച് ഒരു അറിവില്ല. അദ്ദേഹം പഠിത്തം കാര്യങ്ങളൊക്കെ ആയിട്ട് ഒതുങ്ങിയിട്ടുണ്ടാവും. അതിനുശേഷം ഞാൻ പിന്നെ പ്രണവിനെ കാണുന്നത് 2009 സാഗർ ഇലിയസ് ജക്കി എന്ന് പറയുന്ന സിനിമയിലാണ്. ജസ്റ്റ് ആ പാട്ടിനിടയിൽ ഒന്നും ലാലേട്ടൻ നോക്കി പോകുന്ന സീൻ നിങ്ങൾ ആരും മറന്നിട്ടുണ്ടല്ലോ. അത്ര ലുക്കായിരുന്നു ആ ടൈമിലൊക്കെ. മൂപ്പിലാൻ ഒരു അമൽനീരത് സിനിമയിലൊക്കെ അഭിനയിച്ചിറങ്ങി മൂപ്പിലാൻ കയറിങ് പോകുന്നേന. അതിനുശേഷം പിന്നെയും പ്രണവ് ഗായബ് ഹോ ഗയ. പിന്നെ പ്രണവിനെ കണ്ടിട്ടില്ല. പിന്നെ ഞാൻ പ്രണവിനെ കാണുന്നത് 2011 CCL നടക്കുന്ന സമയത്താണ്. അതിൽ ആ മുടിയൊക്കെ വളർത്തി ആ ഗാലറിയിൽ ഇരിക്കുന്ന ഒരു വീഡിയോയാണ് ഞാൻ പിന്നെ പ്രണവിനെ കാണുന്നത്. പ്രണവ് അങ്ങനെ ക്യാമറയ്ക്ക് മുമ്പിൽ വരുന്നത് വളരെ കുറവായിരുന്നു. 2011 നടന്ന ഈ CCL മാച്ചിലാണ് പിന്നെ പ്രണവിനെ അവസാനമായിട്ട് നമ്മൾ കാണുന്നത്. അതിനുശേഷം 4 വർഷത്തിന് ശേഷം 2015 നമ്മളൊരു ന്യൂസ് കേൾക്കുകയാണ്. ദൃശ്യത്തിന്റെ തമിഴ് പതിപ്പായ പാപനാശത്തിൽ ജിത്തു ജോസഫ് തന്നെയാണ് സംവിധാനം. അതിൽ അദ്ദേഹം അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യേണ്ടത്. അതുപോലെ മലയാളത്തിൽ ചെയ്ത ലൈഫ് ഓഫ് ജോസൂട്ടി, ദിലീപേട്ടൻ്റെ ലൈഫ് ഓഫ് ജോസൂട്ടിയിലും അദ്ദേഹം അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തു. അത് വിശ്വാസമില്ലെങ്കിൽ നമ്മൾ ഈ വീഡിയോ ഒന്ന് കണ്ടത് നിങ്ങൾക്ക് മനസ്സിലാവും. അദ്ദേഹം അറിയാതെ ഈ വീഡിയോയിലൊന്ന് പെട്ടുപോയിട്ടുണ്ട്, ഈ സീനിലൊന്ന് പെട്ടുപോയിട്ടുണ്ട്. അതിനുശേഷം ഈ വഴിയായിരിക്കണം അദ്ദേഹം സിനിമയിലോട്ട് എത്തുന്നത്. നമ്മുടെ ജിത്തു ജോസഫ് നിർബന്ധിച്ചുകൊണ്ടോ ലാലേട്ടൻ നിർബന്ധിച്ചുകൊണ്ടോ എന്തോ അറിയില്ല. 2018 അദ്ദേഹം ആദ്യമായിട്ട് നടനായിട്ടൊരു സിനിമ ചെയ്യണം. ആദി എന്നാണ് ആ സിനിമയുടെ പേര്. അതൊരു ഗംഭീര വിജയം തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ പാർക്ക് ആൻഡ് ഫ്രീ റണ്ണിങ് സ്റ്റൈലൊക്കെ വളരെ ഫേമസ് ആയിരുന്നു. ആ സിനിമ മൊത്തം അത് തന്നെയാണ്, ഈ ഓട്ടം തന്നെയാണ്, ഓട്ടം ചാട്ടം തന്നെയായിരുന്നു. പിന്നെ അദ്ദേഹം പാടി റൈറ്റ് ചെയ്ത് പാടി പാട്ടൊക്കെ വളരെ ഹിറ്റായിരുന്നു. പിന്നെ അദ്ദേഹത്തിന് സിനിമ അവാർഡൊക്കെ കിട്ടിയിരുന്നു, പുതുമുഖ നടനുള്ള അവാർഡെല്ലാം കിട്ടിയിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന് സിനിമയോട് ഒരു ഇഷ്ടം തോന്നി എന്ന് തോന്നുന്നു. അതിനുശേഷം അദ്ദേഹം 2019 21-ാം നൂറ്റാണ്ട് എന്ന് പറയുന്ന ഒരു സിനിമ ചെയ്തു. ആ സിനിമയോട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല. കാരണം ലാലേട്ടന്റെ ഫുൾ കെയർ ഓഫിൽ വരുന്ന ഒരു സിനിമയായിരുന്നു 21-ാം നൂറ്റാണ്ട്. കാരണം ആദ്യയിലും ലാലേട്ടൻ ഗസ്റ്റ് റോളൊക്കെ വന്നത് പോട്ടെ, ഗസ്റ്റ് റോൾ വന്ന് പോട്ടെ, എന്തെങ്കിലും ആവട്ടെ, മകന്റെ സിനിമയിൽ നോക്കാം. 20-ാം നൂറ്റാണ്ടിന്റെ ആ ഒരു പേര് തന്നെ പിടിച്ച് 21-ാം നൂറ്റാണ്ടെന്ന് പേര് പറയുക. അതുപോലെ അതിന്റെ റേറ്റിംഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇൻട്രോ മറ്റേ പ്രണവ് മോഹൻലാലിനെ എഴുതി കാണിക്കുന്നത്. ആദ്യം മോഹൻലാലിനെ എഴുതി കാണിക്കും, പിന്നെ പ്രണവ് എന്ന് കാണിക്കും, പിന്നെ ലാലേട്ടന്റെ കുറെ റെഫറൻസുകൾ. അതൊക്കെ കൊണ്ട് തന്നെയാണ് ആർക്കും അങ്ങോട്ട് ഇഷ്ടമായത് ആ പടം പൊട്ടിപ്പോയത്. ആ പടം ഒരു വലിയ ഡിസാസ്റ്റർ ആയിരുന്നു.
അതിനുശേഷം 2020 പ്രണവിന് സിനിമകളൊന്നുമില്ല. 2021 പിന്നെ പ്രണവിനെ കാണുന്നത്. അത് തെക്കേർ അറബിക്കടലിന്റെ സിംഹം എന്ന സിനിമയിലായിരുന്നു. പ്രിയദർശനായിരുന്നു സംവിധാനം. അദ്ദേഹം ഇതിലും ലാലേട്ടന്റെ ചെറുപ്പകാലമാണ് ചെയ്തത്. ശരിക്കും ഞാനൊന്ന് ആഗ്രഹിച്ചു പോയ കാര്യമാണ്, ഈ സിനിമ ഒരു 90% പ്രണവിനെ വെച്ച് ചെയ്തിട്ട് കുറച്ച് സീൻ മാത്രം ലാലേട്ടൻ ഗസ്റ്റ് റോൾ വന്നിരുന്നെങ്കിൽ ഈ സിനിമ കലക്കിയത്. കാരണം അമ്മാതിരി പ്രണവിന്റെ സീനൊക്കെ മൂഡ് സീൻസ് ആകും, അടിപൊളിയായിരുന്നു. ഇത് ലാലേട്ടൻ വരുമ്പോൾ പ്രണവ് വലുതായി ലാലേട്ടനായി എന്ന് പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം അമ്മാതിരി തടിയും അതുപോലെ പ്രഭുവും ആകെ അർജുനും പിന്നെ മറ്റേ സുനിൽ ഷെട്ടിയൊക്കെയാണ് ഒരു ഫിറ്റിലിരുന്നത്, ഒരു ഫിറ്റ്നസ്സിലിരുന്നത്. ഓക്കെ. അതിനുശേഷം 2022 അദ്ദേഹത്തിന്റെ ഒരു മികച്ച ചിത്രം ഇറങ്ങുകയാണ് വിനീത് ശ്രീനിവാസനൊപ്പം ഹൃദയം. ഹൃദയം ഒരു ഗംഭീര സിനിമയായിരുന്നു, ഒരു ട്രെൻഡ് സിനിമയായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു. പ്രണവിന്റെ ലുക്ക് വൈസ് അടിപൊളിയായിരുന്നു. അതിൽ 50 കോടിക്ക് മുതൽ കളക്ട് ചെയ്ത് പ്രണവ് മലയാള സിനിമയിൽ തന്നെ ഉണ്ടെന്ന് അറിയിച്ച ഒരു സിനിമയായിരുന്നു. പക്ഷേ 2023 ഇതുപോലെ അദ്ദേഹം വല്ല ട്രാവലിങ്ങിനൊക്കെ പോയിട്ടുണ്ടാവും. വേറെ സിനിമകളൊന്നുമില്ല. 2024 പിന്നെ സിനിമ ചെയ്യുന്നത്. അത് ധ്യാനും പ്രണവും കൂടി അഭിനയിച്ച് വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത വർഷങ്ങൾക്ക് ശേഷം. അതും ഒരു ഗംഭീര വിജയം തന്നെയായിരുന്നു. പക്ഷെ സിനിമ OTT-ലെത്തിയപ്പോൾ അത് കുറേ ട്രോൾ മെറ്റീരിയലായി മാറി. കാരണം ക്രിഞ്ച് സീൻസ് കുറച്ച് അധികമായി പോയി. അതുകൊണ്ട് തന്നെ ആ സിനിമ OTT-ലെത്തിയപ്പോൾ കുറച്ച് കളിയാക്കലുകൾ കൂടുതലായിരുന്നു. പിന്നെ ധ്യാനിന്റെയും പ്രണവിന്റെയും ഒന്നും വയസ്സായ ലുക്കൊന്നും അത്ര ബെറ്റർ ആയില്ല. കാരണം വിനീത് ശ്രീനിവാസൻ മുമ്പ് ഉദ്ദേശിച്ചത് ശ്രീനിവാസനെ ലാലേട്ടനെയും വെച്ച് ചെയ്യണമെന്നായിരുന്നു. പിന്നെ ശ്രീനിവാസന് പറ്റാത്ത ഒരു അവസ്ഥയൊക്കെ ആയതുകൊണ്ട് പിന്നെ ഇവരെ കൊണ്ട് തന്നെ ചെയ്താണ്. അവർ ചെയ്തിറങ്ങി കലക്കിയാണ്. പക്ഷെ ഇവർ വയസ്സായിട്ടുള്ള സീനൊക്കെ കുറച്ച് ഓവറായിപ്പോയി. 2024 ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. പ്രണവ് ആദ്യമായി 2 സിനിമ ഒരു വർഷം അഭിനയിച്ചു. അതിലൊന്നാണ് ബറോസിൽ ഗസ്റ്റ് റോളാണ്, എന്നാലും കുഴപ്പമില്ലാതെ അഭിനയിച്ചു. പക്ഷെ അത് വലിയൊരു ഡിസാസ്റ്റർ മൂവിയായിരുന്നു. ലാലേട്ടൻ സംവിധാനം ചെയ്ത മൂവിയായിരുന്നു. പക്ഷെ തുറന്നു പറയാം, അത് വായിക്ക് കൊള്ളാത്ത സിനിമയായിരുന്നു. അതിനുശേഷം 2025 എമ്പുരാൻ റിലീസ് ചെയ്ത് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ ഒരു സിനിമയായിരുന്നു എമ്പുരാൻ. പൃഥ്വിരാജാണ് ഡയറക്ഷൻ. അതിലും ഒരു ക്യാമിയോ റോളിൽ നമ്മുടെ പ്രണവ് എത്തുന്നു. അതും വലിയൊരു വിജയം ആയില്ല സിനിമ. സാമ്പത്തികമായിട്ട് വലിയ വിജയമെങ്കിലും നമ്മൾക്ക് ഒരുപാട് ഡിസപ്പോയിൻമെന്റ് നൽകിയ ഒരു സിനിമ കൂടിയായിരുന്നു എമ്പുരാൻ. അതിനുശേഷം പ്രണവിൻ്റെ അഭിനയം കാണണമെങ്കിൽ നമ്മൾ കാണേണ്ട സിനിമ ഡൈസറായി. രാഹുൽ സദാശിവനായിരുന്നു സംവിധാനം, നമ്മുടെ ബ്രഹ്മയോഗമൊക്കെ സംവിധാനം ചെയ്ത. എന്നാ കിടു ആക്ടിങ് ആയിരുന്നു. എനിക്ക് ഈ പ്രണവിൻ്റെ ഈ സിനിമകൾ മൊത്തം കൊടുത്ത ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഡൈസറായി. ഗംഭീര പെർഫോമൻസ് ആയിരുന്നു ഈ സിനിമയിൽ. അദ്ദേഹത്തിൻ്റെ ആക്ടിങ് കാണണമെങ്കിൽ നമ്മൾ ഈ സിനിമ കാണണം. അപ്പോൾ പിന്നെ ഒരു അപ്ഡേഷനും ഇല്ല. ഇതുപോലെ തന്നെ പുതിയ അപ്ഡേഷനൊന്നും ഇല്ല. 2026 സിനിമയുണ്ടോ, പുതിയ സിനിമ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടോ, ഇതൊന്നും നമുക്ക് അറിയാൻ പാടില്ല. അത് നമുക്ക് പുതിയ അപ്ഡേഷൻ എന്തെങ്കിലും വന്നാലാണ് അറിയാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്റ്റൈൽ പോകുന്നത്. ഇപ്പോൾ പ്രണവ് സ്പെയിനിൽ എന്തോ ആണെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അത് കഴിഞ്ഞിട്ടുള്ള പുതിയ അപ്ഡേഷനൊന്നുമില്ല നാട്ടിൽ. പിന്നെ അദ്ദേഹത്തിൻ്റെ പെങ്ങൾ അഭിനയിക്കുന്ന സിനിമയുടെ എന്തോ ഒരു പ്രൊമോഷന് വന്നായിരുന്നു. അല്ലാതെ പിന്നെ ഒരു അറിവുമില്ല ശരിക്കും പ്രണവിനെ കുറിച്ച്. പിന്നെ പുതിയ സിനിമ എന്തെങ്കിലും അനൗൺസ് ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രണവിനെ കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റുള്ളൂ. ഓക്കെ. ഒരു നല്ല നടനാണ് അദ്ദേഹം. തുടർന്ന് സിനിമ ചെയ്യുക എന്നുള്ളതാണ്. ഒരു വർഷത്തിൽ 1-2 സിനിമ ചെയ്യുക, അതാണ് നമ്മുടെ ആവശ്യം. ബാക്കിയുള്ള സമയം നിങ്ങൾ ഇറങ്ങിയിടുന്നു. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക്. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.